നമസ്കാരം. നിങ്ങളുടെ ജീവിതം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ മാറാൻ പോവുകയാണ്. 2026 ഏപ്രിൽ മാസം 20 നാളത്തെ ദിവസം കഴിയുന്നതോടെ ചില നക്ഷത്രക്കാരുടെ മേൽ ഈശ്വരൻ്റെ നേരിട്ടുള്ള അനുഗ്രഹം വന്നുചേരും. ദുഃഖങ്ങൾ അവസാനിക്കും. ഭഗവാന്റെ അനുഗ്രഹം ഏതൊരു വ്യക്തിയുടെ മേൽ വന്നു ചേരുന്നു, ആ വ്യക്തിയുടെ ജീവിതത്തിലെ സകലവിധ ദുഃഖങ്ങളും മാറി ഭാഗ്യത്തിൻ്റെ കൂമ്പാരമായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള സമയങ്ങളിൽ അനുഭവത്തിൽ വരുന്നത്. ഇവിടെയും അതേപോലെ തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം അവസാനം കുറച്ച് പരിഹാരങ്ങൾ കൂടി പറഞ്ഞു തരാം. അത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി തന്നെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ രുദ്രനേത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷപ്രകാരം നാളെ ഏപ്രിൽ 20 നാളത്തെ ദിവസം ശക്തമായ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. വ്യാഴം അനുകൂല സ്ഥാനത്തേക്ക് മാറുന്നതും കൂടാതെ ശുക്രൻ്റെ ബലവും 3 രാശിക്കാർക്ക് രാജയോഗ സമാനമായ മാറ്റങ്ങളെയാണ് ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നത്. ഇതിനെ വെറുമൊരു പ്രവചനമായിട്ട് കാണുകയല്ല, കാലാകാലങ്ങളായി ദുരിതം മാത്രം അനുഭവിച്ചവർക്ക് ഈശ്വരൻ നൽകുന്നതായ, അതായത് ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലത്താൽ ഒരു ഭാഗ്യത്തിൻ്റെ വാതിൽ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. സർവകാര്യ വിജയം ഉണ്ടാകും. തുടർന്നതൊക്കെ നേട്ടങ്ങളായി മാറും. കടങ്ങൾ തീരും. അപ്രതീക്ഷിത ധന നേട്ടമുണ്ടാകും. ദാരിദ്ര്യം മാറുന്നതാണ്. ധനപ്രാപ്തി വന്നു ചേരുകയും ചെയ്യും. കുടുംബ ഐശ്വര്യത്തിലേക്ക് നീങ്ങും. വഴക്ക്, പിണക്കങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സമാധാനം വന്നു ചേരും. ഐശ്വര്യം, പോസിറ്റിവിറ്റി ഉള്ള ഗൃഹത്തിൽ മാത്രമേ സമാധാനത്തോടു കൂടി നിൽക്കാൻ സാധിക്കൂ. സമാധാനം എന്ന് പറയുന്നത് ദൈവീക കടാക്ഷത്താൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതെല്ലാം വന്നു ചേരുന്നതാണ്. നിങ്ങളെ തളർത്താൻ നോക്കിയ ആളുകൾ തന്നെ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുക. അതായത് ശത്രുദോഷം താനെ നിങ്ങൾക്ക് അകലുന്ന സമയം. മനസ്സിൽ കൊണ്ടു നടന്ന വലിയ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടല്ലോ, അതൊക്കെ പതിയെ പതിയെ ഓരോന്നോരോന്നായി നിങ്ങൾക്ക് സാഫല്യത്തിലേക്ക് വന്നു ചേരും. അപ്പോൾ ആദ്യത്തെ രാശി നമുക്ക് നോക്കാം. മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക്, അതായത് കഷ്ടകാലം തീർന്നു എന്ന് തന്നെ പറയാം. നാളെ മുതൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച ദുഃഖത്തിന് ഈശ്വരൻ പലിശ സഹിതം തിരികെ തരാൻ പോകുന്ന സമയമാണ്. അപ്പോൾ ഏത് മാറ്റം തുടങ്ങിയാലും അതിൻ്റെ ആ ഒരു മാറ്റം ജീവിതത്തിലേക്ക്, നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഒരു 3 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ആ ഒരു മാറ്റം ഓരോന്നായിട്ട് നിങ്ങൾക്ക് ദൃശ്യമാകുന്നത്. അപ്പോൾ വിവാഹപ്രായം കഴിഞ്ഞിട്ടും തടസ്സം നേരിടുന്ന ആളുകളാണെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിലൊക്കെ വിവാഹം ഉറപ്പേരിലേക്കൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതും മനസ്സിനിണങ്ങിയ പ്രണയിക്കുന്ന ആളുകളാകുമ്പോൾ മനസ്സിനിണങ്ങിയ പങ്കാളിയെ ലഭിക്കുന്നതാണ് അവരുടെ ഏറ്റവും സന്തോഷം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ പങ്കാളിയെ തന്നെ ലഭിക്കാനും സന്തോഷത്തോടു കൂടി ദാമ്പത്യ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും. കടബാധ്യതകൾ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവരാണെങ്കിൽ അത് മുഴുവൻ തീർക്കാനുള്ള ഒരു വഴിയും ഭഗവാൻ തെളിയിച്ചു തരും. പുതിയ വരുമാന മാർഗങ്ങൾ കൂടി ഇവിടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും. ഇനി ജോലിയില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിലും മികച്ച ജോലി ലഭിക്കുന്നതാണ്. അത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള യോഗം, ഈ വിദേശ ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോഴും അങ്ങനെ ലഭിക്കണമെന്നില്ല. ഒരുപാട് ആളുകൾ അതിനായിട്ട് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിരിക്കുന്നവരുമുണ്ട്. അപ്പോൾ വിദേശ ഭാഗ്യം കിട്ടിയ ആളുകൾ നല്ല രീതിയിൽ പ്രാർത്ഥനയോടുകൂടി വേണം മുന്നോട്ട് പോകുവാനായിട്ട്. അപ്പോൾ വിസയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ മേടം രാശിക്കാർക്ക് അതൊക്കെ ഒരു മാറുന്ന സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത്. സമൂഹത്തിൽ വിലയും സ്ഥാനമാനങ്ങളൊക്കെയും വന്നു ചേരും. നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമിയെ നല്ല രീതിയിൽ മുറുകെ അങ്ങോട്ട് പിടിച്ചോടും. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും കഴിയുന്ന വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും വേണം. പിന്നെ ശിവക്ഷേത്ര ദർശനം, അത് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ധാരയും പിൻവിളക്കും കൂവളമാലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളൊരു ശിവഭക്തനാണെങ്കിൽ ഓം നമഃശിവായ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ രാശിയായി വരുന്നത് കർക്കിടകൻ രാശിയാണ്. അപ്പോൾ പുണർദം പോയ ആയില്യം നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരിതങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധികളുടെ ഒരു കൂമ്പാരം എന്ന് പറയാം. എത്രത്തോളം എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നോ അത്രത്തോളം വീണ്ടും പ്രതിസന്ധികൾ മേൽക്കുമേൽ വന്ന് വീണുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥ. അതൊക്കെ തീരുന്നതാണ് കേട്ടോ. ആ പ്രയാസങ്ങൾ ഒരു ഭഗവാൻ തുടച്ചു നീക്കും. നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും, അതായത് നിങ്ങളിത് ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ വിഷമം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ, കാരണം അത്രയ്ക്കൊരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. കാലചക്രം നിങ്ങളെ വിട്ടു നട്ടം കറക്കിക്കൊണ്ടിരുന്ന ആ ഒരു ചക്രം, ആ ഒരു അവസ്ഥ നിങ്ങളെ വിട്ടു മാറിയിരിക്കുന്നുണ്ട്. വർഷങ്ങളായി ജോലിക്ക് ശ്രമിക്കുന്ന ആളുകളുണ്ട്. സർക്കാർ ജോലിയാകട്ടെ ഒരു പ്രൈവറ്റ് ജോലിയെങ്കിലും കിട്ടട്ടെ എന്ന് വ്യസനിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടായി. പുതിയൊരു ജോലി ഉടൻ തന്നെ വന്നു ചേരുന്നതാണ്. അതേപോലെ ഒരു വീട്, വാഹനം ഇതൊക്കെ വാങ്ങാനുള്ള യോഗം ഉണ്ടാകുന്നുണ്ട്. സ്വന്തമായിട്ടൊന്ന് വീടെന്ന സ്വപ്നം പൂവണിയാനായിട്ട് വർഷങ്ങളായി നിങ്ങൾ കാത്തിരിക്കുകയാണ്. ആ സ്വപ്നം ഉടൻ തന്നെ പൂവണിയും യാഥാർത്ഥ്യമായി തീരും. മംഗല്യ തടസ്സം പൂർണ്ണമായും മാറി. ഈ ഒരു വർഷം തന്നെ നിങ്ങളുടെ
വിവാഹ ഭാഗ്യം, ഒരു മംഗള യോഗം തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. മാറാത്ത അസുഖങ്ങളാൽ വലയുന്ന ആളുകളുമുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അവർക്കും രോഗശാന്തിയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ ദേവിയെ മുറുകെ പിടിച്ചോളൂ. ദേവീ ഭജനം, ദേവീക്ഷേത്ര ദർശനം മുടക്കരുത്. അപ്പോൾ ഇവിടെ ദേവിയെ പ്രീതിപ്പെടുത്തി ധൈര്യമായി പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. കൂടാതെ മാസത്തിൽ ഒരിക്കൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഗണപതി ഹോമമൊക്കെ നടത്തുന്നതും ദിവസവും വീട്ടിൽ തന്നെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതൊക്കെ വളരെയധികം ഉത്തമമാണ്. സാധിക്കുമെങ്കിൽ തിരുപ്പതി വെങ്കടാചലപതി ഒന്ന് കാണാൻ പോവുക. അത് നിങ്ങളുടെ സമ്പത്തിൻ്റെ തടസ്സങ്ങൾ, ആ സമ്പത്ത് ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ തിരുപ്പതി ക്ഷേത്ര ദർശനം ഒരുപാട് നിങ്ങളെ സഹായിക്കുന്നതാണ്. മൂന്നാമത്തെ ഭാഗ്യരാശി തുലാം രാശിയാണ്. ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെയും രാജയോഗം, രാജാവിനെ പോലെ വാഴാനുള്ള ഭാഗ്യവും യോഗവും ഒക്കെ തെളിയുന്നുണ്ട്. കർമ്മഫലം, കർമ്മത്തിനനുസരിച്ച്, അതായത് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, കഠിനമായി അധ്വാനിക്കുന്നുണ്ട്, എല്ലാം മുറിയെ പണിയെടുക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒന്നും അങ്ങോട്ട് കാണാത്തൊരവസ്ഥയുണ്ട്. ഇനി ഇരട്ടിയായിട്ട് ഫലം ദൈവം നിങ്ങൾക്ക് തരും. മടിയൊക്കെ ഒന്ന് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കണം. അതായത് എല്ലാം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ഒരു എത്തും പിടിയും കിട്ടാത്തത് ഇത് ഒന്നും വേണ്ട, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞൊരു മടിയൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. അതൊന്ന് മാറ്റി വെക്കണം. വിവാഹ കാര്യങ്ങളൊക്കെ നടക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഒരു സ്വർഗീയമായ സുഖം അനുഭവിക്കാനുള്ള ഭാഗ്യവും സന്തോഷം അനുഭവിക്കാനുള്ള യോഗവും ഒക്കെ തുടങ്ങുന്നുണ്ട്. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകും. ഉയർച്ചയും ഒരു മാറ്റവും കീർത്തിയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ആരോഗ്യ കാര്യങ്ങളിൽ അശ്രദ്ധ വരുത്തരുത്. ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനം. പണം പിന്നത്തെ കാര്യമാണ്. ആരോഗ്യം ഇല്ലാതെ ഇരുന്നിട്ട് പണം എത്ര മുന്നിൽ കൊണ്ടുവച്ചാലും യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കുക. ഭക്ഷണം കൃത്യമായി കഴിക്കുക, അതേപോലെ മരുന്നും കൃത്യമായിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഭഗവാൻ വിഷ്ണുവിനെയാണ് ശരണം പ്രാപിക്കേണ്ടത്. അപ്പോൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ തുളസിമാലയും നെയ്വിളക്ക് അല്ലെങ്കിൽ വിഷ്ണു സൂക്ത അർച്ചന, വെണ്ണ നിവേദ്യം, മഞ്ഞപ്പട്ട് ചാർത്തി പ്രാർത്ഥന, ഇതൊക്കെ നിങ്ങൾക്ക് നടത്താം. നിങ്ങളുടെ കയ്യിൽ അന്നേരം എന്തോ ധനമുണ്ട്, ആ ധനത്തിനനുസരിച്ച്, അതല്ല കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഒരു പിടി തുളസിയിലെങ്കിലും ആ പാദത്തിൽ ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാവും. നമ്മുടെ ഹൃദയമാണല്ലോ ഭഗവാന്റെ ദേവാലയം എന്ന് പറഞ്ഞാൽ, ആ ഹൃദയം നൈർവല്യമായി ഭഗവാൻ സമർപ്പിച്ചാൽ അതിനപ്പുറം പിന്നെ എന്താണ് ഭഗവാന് വേണ്ടുന്നത്? അപ്പോൾ ഒന്ന് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാനായിട്ടൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഈ 9 നക്ഷത്രക്കാരും നിർബന്ധമായി ചെയ്യേണ്ട 3 കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. അതായത് നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ തുളസിമാല, നെയ്വിളക്ക് ഇത് തീർച്ചയായും നടത്താനായിട്ടൊന്ന് ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ ഇത് കേട്ട് ഒരു ചെവി കൂടെ കളയുകയല്ല വേണ്ടുന്നത്. ഭാഗ്യം വരുമ്പോൾ നമ്മളാൽ കഴിയുന്ന രീതി, നമ്മൾ ഒരു തള്ളുന്ന അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ല് പറയാറില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഭാഗ്യം ഇപ്പോൾ വന്നു നിൽക്കുന്ന സമയത്ത് കർമ്മവും വേണം, അതേപോലെ പ്രാർത്ഥനയും. നിങ്ങൾ ഈ ഒരു വഴി ഒന്ന് ചെയ്തു നോക്കൂ. പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങളൊന്ന് ചെയ്തു നോക്കൂ. സത്യസന്ധമായി ജീവിക്കുക. അഹങ്കാരം പൂർണ്ണമായി വെടിയുക. അഹങ്കാരം കൊണ്ടൊന്നും ഒരു കാര്യവും നേടാൻ പറ്റത്തില്ല. അഥവാ എന്തെങ്കിലും നേടിയാൽ പോലും അഹങ്കാരത്താൽ നേടിയെടുത്തതൊന്നും ശാശ്വതമായ ഒരു വ്യക്തിയിലും ഇന്നോളം ഇരുന്നിട്ടില്ല. അതുകൊണ്ട് സത്യസന്ധമായി ഭൂമിയിൽ ചവിട്ടി നിന്ന് ധൈര്യമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കഷ്ടകാലങ്ങൾ വന്നാൽ പോലും ഭഗവാൻ അവിടെ തടസ്സമായി നിന്ന് അത് മാറ്റിത്തരും. ഇവിടെ നിങ്ങളുടെ സമയം ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതുവരെ അനുഭവിച്ച കഷ്ടകാലങ്ങളൊക്കെ നമ്മുടെ കർമ്മഫലം കൊണ്ടോ അല്ലെങ്കിൽ കർമ്മദോഷം കൊണ്ടോ എന്തെങ്കിലും സംഭവിച്ചതാണെന്ന് ചിന്തിച്ചാൽ മതി. ഒരുപാട് ചിന്തിക്കാൻ പോകുമ്പോൾ ടെൻഷൻ ഒരുപാട് കൂടും. ഈ പറഞ്ഞ 3 രാശിക്കാർക്കും ടെൻഷൻ്റെ മാക്സിമം നിങ്ങൾ എത്തിക്കഴിഞ്ഞു. സത്യമല്ലേ? അപ്പോൾ ഇനി ടെൻഷനല്ല വേണ്ടത്. നമ്മൾ കർമ്മം ചെയ്ത് മുന്നോട്ട് പോവുക. കൂടാതെ പ്രാർത്ഥന, ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതിരിക്കരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ രുദ്രനേത്ര എന്ന ചാനലിലൂടെ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ദിവസം പോലും ഭക്ഷണം കഴിക്കാൻ ഒരു ദിവസം ഒന്ന് അല്പം വൈകിയാലും പ്രാർത്ഥിക്കാനും മുടക്കരുത്. പ്രാർത്ഥനയല്ലാതെ ഇന്നത്തെ കാലത്ത് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തി വേറെയില്ല. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ ഭഗവാൻ ഇപ്പോഴല്ല നാളെ ആയാലും അതിനുള്ള പ്രാർത്ഥനയുടെ ഫലം തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നതാണ്. വിശ്വാസത്തോടെ മുന്നോട്ട് പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും ഉണ്ടാകും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. അതേപോലെ എന്തെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തുമായി അല്ലെങ്കിൽ ജാതകപരമായ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും അതായത് സമയവും കൃത്യമായിട്ട് എഴുതി തന്നാൽ ഇപ്പോൾ ദശാസന്ധി എങ്ങനെ ദോഷം എന്തെങ്കിലും ഉണ്ടോ, ദശകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി.